ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ എൻ്റെ ഹോസ്പിറ്റൽ ഡെലിവറി ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് 35 വീക്സ് ഒക്കെ കംപ്ലീറ്റ് ആയി 36 വീക്സിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാം ഫൈനലൈസ് ചെയ്തൊന്ന് പാക്ക് ചെയ്തെല്ലാം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് കാണാം എൻ്റെ ഡെലിവറി ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന്. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും കൂടെ എനിക്ക് പറഞ്ഞു തരിക. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 2 ഓപ്പൺ ഹാഫ് നൈറ്റി ആണിത്. ഫ്രണ്ട് ഓപ്പൺ, ഫുള്ള് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള 2 ഫ്രോക്ക് നൈറ്റി പോലെ, നമ്മൾ നീല് താഴെ വരെ കിടക്കുന്ന 3/4 ലെങ്ത്തിലുള്ള 2 പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഫുൾ സെറ്റ് അണ്ടർ ഗാർമെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. മെറ്റേണിറ്റി ബ്രാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുള്ള് അതൊരു കവറിനകത്താക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ തോർത്ത്, ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യമാണല്ലോ. പിന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഒരു 3 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും ഫുള്ള് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതെല്ലാം ഫീഡിങ് ഫ്രണ്ട്ലി ഡ്രസ്സ്, കുഞ്ഞിന് ഫീഡ് ചെയ്യിപ്പിക്കാനൊക്കെ എളുപ്പമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ചെറിയ ഫ്ലാസ്ക് ഉണ്ട്, വലിയ ഫ്ലാസ്ക് ഉണ്ട്. ഇത് രണ്ടും ചൂടുവെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ കാപ്പി ചായ അങ്ങനെയൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെറ്റ് ഫുള്ളുകൾ എൻ്റെ മോയ്സ്ചറൈസർ, ഹാൻഡ് ക്രീം, പൊട്ട്, ലിപ് ബാം, തലയിലിടുന്ന ബുഷ്, ചീപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കുഞ്ഞ് കവറിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എണ്ണ എടുത്ത് വെച്ചു. ഇതൊക്കെ ഓപ്ഷണൽ ആണ്, ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു പാരച്യൂട്ടിന്റെ ഒരു എണ്ണ, പിന്നെ കുറച്ച് സിപ്ലോ കവേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം വരുമെന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മോയ്സ്ചറൈസർ, ബോഡി മോയ്സ്ചറൈസേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ സ്ക്രബ്ബർ, കുളിക്കുമ്പോൾ എടുക്കുന്ന സ്ക്രബ്ബറും കാര്യങ്ങളും. പിന്നെ ഈ ഒരു കവറിനകത്ത് ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, പിന്നെ ചെറിയൊരു പൗഡർ. പിന്നെ ഈ കുഞ്ഞു സാധനം നമ്മുടെ പേപ്പർ സോപ്പാണ്. ജസ്റ്റ് അതൊക്കെ യൂസ് വരുമോന്ന് അറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചു എന്ന് മാത്രം. അതൊക്കെ ഒരു കവറിനകത്താക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ടിൽ, ഈ ബോട്ടിൽ ഇങ്ങനെ സിപ്പ് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാണ്. നമുക്ക് ലേബർ സമയത്തൊക്കെ കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ട് ഇങ്ങനെ സിപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ബോട്ടിലുണ്ട്. പിന്നെ ഒരു ഗാർബേജ് കവറിന്റെ റോളാണിത്. ഇത് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വരുമായിരിക്കും. ഇപ്പം കുഞ്ഞിന്റെ പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും, നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും വേസ്റ്റ് ഇടാനാണെങ്കിലും ഈ ഒരു കവർ അത്യാവശ്യമായിരിക്കും. പിന്നെ ഒരു ഹോട്ട് വാട്ടർ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും എന്തെങ്കിലുമൊക്കെ യൂസ് വരും. പിന്നെ ഒരു പെയിൻ റിലീഫിന്റെ ഒരു മരുന്ന്. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഞാൻ ജസ്റ്റ് കൈ കരുതുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റേണിറ്റി പാഡ് ഒരു ബണ്ടിൽ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം ഇപ്പം വേണ്ട ഒരു ബണ്ടിൽ മാത്രം വാങ്ങിച്ചു. പിന്നെ ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സ്, ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇടാന്. പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ ഇവിടുന്ന് ഇട്ടുകൊണ്ട് പോകുന്ന ഒരെണ്ണം കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബെഡ്ഷീറ്റും, പിന്നെ ഒരു ചെറിയ ടവൽ. ഇത് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യണമെങ്കിലോ വൈപ്പ് ചെയ്യണമെങ്കിലോ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓപ്ഷണലായിട്ട് എടുത്തതാണ്. പിന്നെ കുറച്ച് കവേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് യൂസ് ചെയ്ത ഡ്രസ്സുകളൊക്കെ കാണുമല്ലോ, അതൊക്കെ ജസ്റ്റ് ഇടാൻ വേണ്ടി ഒരു കുറെ വലിയ കവേഴ്സും 2-3 ഇതുപോലത്തെ പെറ്റിക്കോട്ട് കവേഴ്സ് എന്തെങ്കിലുമൊക്കെ യൂസ് വരുമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് എൻ്റെ ബാക്ക് പാക്കിങ്. എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇപ്പം ഇനിയും നമുക്ക് കുഞ്ഞിൻ്റെത് കാണാം. അപ്പം കുഞ്ഞിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഈ ഒരു ബോക്സിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ ബോക്സിന്റെ അൺബോക്സിംഗ് ഒക്കെ ഞാൻ ചെയ്ത വീഡിയോ ഉണ്ട്. ഇത് ഇൻസ്റ്റാഗ്രാമിലെ ഏത് പേജിൽ നിന്നാണ് വാങ്ങിയെന്നും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഞാൻ ഈ വീഡിയോയിൽ ലിങ്ക് ഇട്ടേക്കാം, ആ ഇൻസ്റ്റഗ്രാം പേജിന്റെ. അപ്പൊ നമുക്ക് കുഞ്ഞിന്റെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട്
ബേബി വൈപ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫസ്റ്റിൽ തന്നെ യൂസ് വരണം എന്നില്ല, എങ്കിൽ പോലും ഞാനൊന്ന് കരുതി വെച്ചതാണ് ബേബി വൈപ്സ്. ഇതിപ്പോ ഹിമാലയയുടെ ഞാൻ സെബാമെഡിന്റെ ആണ് വാങ്ങാൻ ഉദ്ദേശിച്ചത്, പക്ഷെ സെബാമെഡിന്റെ കിട്ടിയില്ല, അതുകൊണ്ട് മാത്രമാണ് ഹിമാലയയുടെ വാങ്ങിയത്. പിന്നെ സെബാമെഡിന്റെ ഒരു സോപ്പ്, അതായത് ബേബി ക്രീം, അത് രണ്ടും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു സെറ്റ് പാമ്പേഴ്സ്. ഇത് ഒരു സെറ്റ് മാത്രമേ വാങ്ങിയുള്ളൂ, പിന്നെ ബാക്കി അവിടുന്ന് വാങ്ങാന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് വാങ്ങാം, അതിനുള്ള ഓപ്ഷനൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഒരു സെറ്റ് മാത്രം വാങ്ങി. പിന്നെ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഒരു ബോട്ടിൽ, ഇതൊക്കെ ഓപ്ഷനിലാണ്, ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി എടുക്കുന്നതാണ്. പിന്നെ അതിന്റെ ഒരു നിപ്പിള് മാറ്റിയിടാൻ പറ്റുന്ന ഒരു നിപ്പിളിന്റെ ഒരു പാക്കാണിത്. പിന്നെ ഒരു ബേബി ഷാംപൂ, ബേബി ഓയിൽ. ഇതൊന്നും ആദ്യമേ ഉപയോഗിക്കുമോന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് എടുക്കുന്നെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്, ഫസ്റ്റ് ഒരു ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഡ്രൈ ഷീറ്റ് ആണ്, കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഡ്രൈ ഷീറ്റ് ആണിത്. പക്ഷെ ഇതിന്റെ യൂസ് വരുമോന്ന് അറിയില്ല, എന്നാലും എടുത്തു വെച്ചു. പിന്നെ വരുന്നതെല്ലാം കുഞ്ഞിന്റെ കുറച്ച് നാപ്പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാ കോട്ടന്റെ നാപ്പീസ് ആണ്, റീയൂസബിൾ നാപ്പീസ് ആണ്. അങ്ങനെ ഒരു 3 നാപ്പീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 സെറ്റ് സോക്സ്, ചെറിയ സോക്സ്. പിന്നെ തലയിലിടുന്ന ക്യാപ്പ്, അതിന്റെ അകത്ത് തന്നെ അതിന്റെ മിറ്റൻസ് ഉണ്ട്, കയ്യിലിടുന്ന മിറ്റൻസ് ഉണ്ട്. അങ്ങനെ ഒരു 2 സെറ്റോളം മിറ്റൻസും ക്യാപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഫുള്ളായിട്ടുള്ള ഫുൾ സ്യൂട്ട് ഉണ്ട് കുഞ്ഞിന്റെ, അതിന്റെ ഒരു 3 എണ്ണം, ഒരു ബ്ലൂ, പിന്നെ ഒരു പിങ്ക്, 4 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. ഫുൾ ബോഡി സ്യൂട്ട്, AC ഒക്കെ ആയിരിക്കുമല്ലോ ഹോസ്പിറ്റലിൽ, അപ്പം ഫുൾ ബോഡി സ്യൂട്ട് വേണമല്ലോ എന്ന് കരുതി ഫുൾ ബോഡി സ്യൂട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ കുഞ്ഞുടുപ്പുകൾ, ചെറിയ ഉടുപ്പുകൾ ഒരു 3 എണ്ണം, ഇതേപോലത്തെ ചെറിയൊരു 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജബ്ലാസ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, പക്ഷെ ഞാൻ കെട്ടുള്ള ജബ്ലാസ് അല്ല, ഇതേപോലെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ബട്ടൺസ് ഉള്ള ജബ്ലാസ് ആണ് വാങ്ങിയത്. അത് ഒരു 4 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ബർത്തിങ് ടവല്, കുഞ്ഞിനിങ്ങനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇടുമല്ലോ, ഇട്ടിട്ട് ബർത്ത് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ള ടവൽസ് 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് ടർക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിന്റെ ഫേസ് ഒക്കെ തുടയ്ക്കാനുള്ള കുറച്ച് ടവൽസും കാര്യങ്ങളും, അത് എപ്പോഴും യൂസ് ആവുമല്ലോ, അല്ലെങ്കിൽ നമുക്കാണെങ്കിലും യൂസ് ചെയ്യാം ടവൽസും കാര്യങ്ങളും. അതുകൊണ്ട് ഇതുപോലത്തെ മസ്ലിൻ ക്ലോത്തിന്റെ കുറച്ച് ടവൽസ്, കുഞ്ഞു ടവൽസ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഇങ്ങനെ നെക്കിൽ യൂസ് ചെയ്യുന്ന, ഫീഡ് ചെയ്യുമ്പോഴൊക്കെ നെക്കിൽ ഇടാൻ പറ്റുന്നത് ഒരു ക്ലോത്ത് ആണിത്. അപ്പൊ അതില് ഒരു 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ മസ്ലിന്റെ ക്ലോത്തുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 4 ക്ലോത്തോളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതേപോലെ ഇത് ക്യാപ്പുള്ള ടവലാണ്. ഇതേപോലെ കുഞ്ഞിന് തലയിൽ ഇങ്ങനെ വെച്ചിട്ട് പൊതിഞ്ഞ് സ്വാപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ടവലാണിത്. അപ്പൊ അത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബെഡിലൊക്കെ കിടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രൈ ഷീറ്റ് ആണ് കേട്ടോ, അതും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതേപോലെ ഒരു കുഞ്ഞ് നല്ല മസിലിന്റെ ഒരു കുഞ്ഞ് ടർക്കി എടുത്തു വെച്ചിട്ടുണ്ട്. കുഞ്ഞിന് വേണമെങ്കിൽ കുളിപ്പിക്കുമ്പോഴൊക്കെ കഴിഞ്ഞിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര സോഫ്റ്റ് ക്ലോത്ത് ആണ്, ബേബീസിന് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആണ്. അപ്പൊ അത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കുഞ്ഞു ബ്ലാങ്കറ്റ് 2 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതേപോലെ 2 ബ്ലാങ്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം കുഞ്ഞിന്റെ ഇത്രയൊക്കെ എടുത്തു വെച്ചിട്ടുള്ളൂ. അപ്പൊ കുഞ്ഞിന്റെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് എടുത്തു വെച്ചത്. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇത്രയാണ്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു റിസീവിങ് ബെഡ്. ഇത്
റിസീവിംഗ് ബെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളർ. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തതാണ് ഏത് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണെന്നൊക്കെ. ഇതുപോലെ ഒരു റിസീവിംഗ് ബെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് ഒരു ഫീഡിങ് പില്ലോ, കുഞ്ഞ് വന്നു കഴിയുമ്പം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുഞ്ഞിനെ ഇങ്ങനെ മടിയിലിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീഡിങ് പില്ലോ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇത് മോസ്കിറ്റോ ബെഡാണ്. ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. മോസ്കിറ്റോ ബെഡ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഫുള്ള് കൊതുകൊന്നും കാണില്ല, ഫുള്ള് സെൻട്രലൈസ് സ്പേസും കാര്യങ്ങളൊക്കെയാണ്. എങ്കിൽ പോലും ഞാനിത് മോസ്കിറ്റോ ബെഡ് എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഞാൻ കുഞ്ഞിന് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഇതായിട്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ കുഞ്ഞിൻ്റെതായാലും എൻ്റെതായാലും ഡ്രസ്സുകളും എല്ലാം ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്തിട്ട് ഉണക്കി എടുത്തതാണ്. നല്ല സ്റ്റെറിലൈസ് ചെയ്തെടുത്തതാണ്. നിങ്ങളും ഇപ്പം ന്യൂ അമ്മമാരൊക്കെ ആണെങ്കിൽ തന്നെ കുഞ്ഞിൻ്റെ എന്നല്ല, നിങ്ങളുടെ മെറ്റേണിറ്റിയിൽ നിങ്ങൾ എന്ത് വാങ്ങിച്ചാലും, ഏത് തരം ക്ലോത്ത് വാങ്ങിച്ചാലും ചൂടുവെള്ളത്തിൽ കഴുകി അത് ഉണക്കി എടുത്തിട്ട് മാത്രം യൂസ് ചെയ്യുക. അപ്പൊ ഇതെല്ലാം അതുപോലെ കഴുകി എടുത്ത് വെച്ചിട്ടാണ് ഞാനിപ്പം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത് ഇത്രയും ബാക്ക് പാക്കിങ് കഴിഞ്ഞു. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ ഹോസ്പിറ്റൽ ലോഗ് എടുക്കാൻ മറക്കരുത്, ഹോസ്പിറ്റൽ റെക്കോർഡ്സ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാനുള്ളത് ഇനി ഫോണും ചാർജറും കാര്യങ്ങളൊക്കെ, അതൊക്കെ അപ്പം എടുത്താൽ മതിയില്ല. അതുകൊണ്ടാണ് അതൊന്നും നിങ്ങളെ കാണിക്കാത്തത്. അപ്പൊ ഇത്രയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൽ ഞാൻ എടുത്തത്. പിന്നെ ഇതിനകത്തിൽ അറിയുന്ന അമ്മമാരെ ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക. എന്തെങ്കിലും ഇനി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, എൻ്റെ ഇതിനകത്താണെങ്കിലും കുഞ്ഞിൻ്റെതിനകത്താണെങ്കിലും എന്തെങ്കിലും ഇനി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞു തരിക. എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഹോസ്പിറ്റൽ ഡെലിവറി പാക്ക്. പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.